നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വാക്യമുണ്ട്, കാണാപ്പാഠമാണ്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. 92-ാം സങ്കീർത്തനത്തിൻ്റെ 12-ാം വാക്യം. അപ്പോൾ മനുഷ്യന് ഏറ്റവും കൂടുതൽ ജ്ഞാനം കുറവുള്ള ഒരു വിഷയം അവൻ്റെ നാളുകളെ എണ്ണുന്ന വിഷയത്തിലാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ നാളുകളെക്കുറിച്ച് അല്ലെങ്കിൽ ആയുസ്സിനെക്കുറിച്ച് നമുക്ക് വലിയൊരു പ്രതീക്ഷയാണ്. നമ്മൾ ദിവസവും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എനിക്ക് ദീർഘായുസ് തരണമേ. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു, അവരെ ദീർഘായുസ്സോടെ സൂക്ഷിക്കണമേ. മനുഷ്യൻ എത്ര വലിയ ദീർഘായുസ്സും ദൈവം കൊടുത്തിരുന്നാലും മനുഷ്യൻ തൃപ്തിപ്പെടുകയില്ല. അവൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് അവന് വലിയൊരു പ്രതീക്ഷയാണ്. അവൻ ഏതെല്ലാം വഴികൾ അതിനുവേണ്ടി അവൻ ചെലവഴിച്ച പണം, അധ്വാനം മുഴുവനും ചെലവഴിച്ച് അതിനുവേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. മനുഷ്യൻ ബുദ്ധിമാന്മാർ ചന്ദ്രനിലും മറ്റു വാനഗോളങ്ങളിലുമൊക്കെ പല ഗ്രഹങ്ങളിലും പോയി ദീർഘായുസ്സോടെ ഇരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്ന് അവർ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നോക്കൂ, ചൊവ്വയിൽ പോയാൽ, അല്ലെങ്കിൽ ചന്ദ്രനിൽ പോയാൽ, സൂര്യനിൽ പോയാൽ, മറ്റ് ഗ്രഹങ്ങളിലും ഗ്രഹങ്ങളിലും ഒക്കെ പോയാൽ മനുഷ്യൻ്റെ ആയുസ് എത്രത്തോളം ദീർഘമാക്കി കിട്ടും. ഈ ഭൂമിയിൽ അവൻ്റെ വാസം അല്പകാലമേ ഉള്ളൂ എങ്കിൽ അന്യഗ്രഹങ്ങളിൽ പോയി പാർക്കുമ്പോൾ അവൻ്റെ ആയുസ്സിന് എത്ര ദൈർഘ്യം കിട്ടും എന്നാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അന്വേഷണം. ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദാവീദ് രാജാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് കർത്താവെ, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നാളുകളെ എണ്ണുവാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 1, 2, 3 എന്ന് നമ്മുടെ ആയുസ്സിനെ എണ്ണുകയാണോ, അല്ലെങ്കിൽ വയസ്സിനെ എണ്ണുകയാണോ? അല്ല. ദൈവം യോശുവയോട് സംസാരിച്ച ഒരു വചനം എന്നെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. യോശുവയുടെ പുസ്തകം 13-ാം അധ്യായം, അതിൻ്റെ 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ ദൈവം യോശുവയോട് പറയാണ്, യോശുവേ, നിന്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം തീരാറായി, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, എന്നാൽ നിന്റെ മുൻപിൽ അനേകം കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കുവാനുണ്ട്. ഇത് നമ്മെ വളരെയധികം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. നോക്കൂ, ദൈവത്തിന് ആയുസ്സിൻ്റെ മേൽ അധികാരമുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നു. നമ്മൾ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്നതായ യോശുവ, മോശയുടെ മരണത്തിന് ശേഷം ആ ജനത്തെ നടത്തുന്നതായ യോശുവയ്ക്ക് ദൈവം തൻ്റെ മുൻപിൽ, യോശുവയുടെ മുൻപിലുള്ള അനേകം ചെയ്തു തീർക്കുവാനുള്ള പല പല ജോലികൾ, അതിൻ്റെ ദൈർഘ്യം കണ്ടുകൊണ്ട് യോശുവയ്ക്ക് കുറച്ച് ആയുസ് നീട്ടിക്കൊടുത്തുകൂടെ? അത് വേണ്ടേ ചെയ്യാൻ? അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ന്യായപരമായ ഒരു അവകാശമല്ലേ? പക്ഷെങ്കിൽ യോശുവ ഒരിക്കൽ പോലും ദൈവത്തോടത് ചോദിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച്, അവൻ്റെ കാലത്തെക്കുറിച്ച്, ആ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് യോശുവയ്ക്ക് നല്ല ഒരു തിട്ടമുണ്ടായിരുന്നു. മനുഷ്യൻ നമ്മുടെ ആയുസ്സിനെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ല എങ്കിൽ നമ്മൾ പലവിധമായ സ്വപ്നങ്ങൾക്ക് അടിമകളാകും. നോക്കൂ, കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു മനുഷ്യൻ, ധനികനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു വർഷത്തിൽ, അല്ലെങ്കിൽ ചില വർഷം അവൻ്റെ വിളവുകളെല്ലാം, അവൻ്റെ വയലിലെ വിളവുകളെല്ലാം, കൃഷിയെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. ഏറിയ വിളവിനെ കൊണ്ടുവന്നു. വളരെ അധികം ധാന്യങ്ങൾ വിളഞ്ഞു കുമിഞ്ഞുകൂടി. അപ്പോൾ അവനൊരു ചിന്തയുണ്ടായി, അയ്യോ, ഞാനിത് എവിടെ വയ്ക്കും? മുൻ വർഷത്തേക്കാൾ കൂടുതൽ, എൻ്റെ പ്രതീക്ഷിച്ചതിനേക്കാളും കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ കൂട്ടിവെച്ചിരുന്നത് പോലെയുള്ള വിളവല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വളരെ അധികം വിളവുണ്ടായിരിക്കുന്നു. ഈ വിളവുകളെ എല്ലാം ഞാൻ കൂട്ടിവെക്കുവാൻ കളപ്പുരകൾ എവിടെ നിന്ന് അന്വേഷിക്കും? ഞാൻ വലിയ പാണ്ഡികശാലകൾ പണിയും. ഞാൻ അതിലെല്ലാം ഇതെല്ലാം കൂട്ടിവെച്ചതിന് ശേഷം അവനോട് തന്നെ സംസാരിക്കും. ഏറിയ കാലങ്ങളിലേക്ക് ഞാൻ സമ്പാദിച്ചു വെച്ചിരിക്കുന്നു. കർത്താവ് ഒരു വിളവിൻ്റെ ഉദാഹരണമാണ് എടുത്തതെങ്കിലും നമ്മുടെ ജീവിതത്തിലെ സമ്പാദ്യത്തിന്മേലുള്ളതായ ആശ്രയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കർത്താവ് പറഞ്ഞത്. അതിനുശേഷം കർത്താവ് പറയുകയാണ്, മനുഷ്യൻ അങ്ങനെ പറയുമെങ്കിലും ആ രാത്രിയിൽ ദൈവം അവനോട് സംസാരിക്കുക, അല്ലയോ മൂഢ, നിന്റെ ആയുസ്സിനെ ഞാൻ ഇന്ന് തിരികെ ചോദിച്ചാൽ നീ കൂട്ടിവെച്ചതെല്ലാം ആർക്കു വേണ്ടി? യെസ്,
അപ്പോൾ നമ്മുടെ ആയുസ് വളരെ ചുരുക്കമുള്ളതാണ്. ജനിക്കുവാൻ ഒരു കാലം, മരിക്കുവാൻ ഒരു കാലം, അല്ലെങ്കിൽ ദൈവം നമുക്കായി നിയോഗിച്ചിട്ടുള്ളതായ കാലസമ്പൂർണതയെക്കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം പലർക്കും അങ്ങനെ, ദൈവദാസന്മാർക്ക്, അനേക ഭക്തന്മാർക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട്. അവർ കടന്നു പോകുവാനുള്ള ഒരു കാലത്തെക്കുറിച്ച് ഒരു ഏകദേശ നിർണയം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ പലരുടെയും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അവർ മരിക്കുന്ന കാലത്തെക്കുറിച്ച് വരെ അവരുടെ ദൈവം അവർക്ക് ചില ദർശനം കൊടുത്തിട്ടുള്ളതായിട്ട് ഞാൻ പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. നോക്കൂ, ദൈവം ഇവിടെ വന്ന് യോശുവയോട് പറയുകയാണ്. ഒരു പച്ച മനുഷ്യനോട് ദൈവം ഇങ്ങനെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കരുണ കാണിക്കേണ്ട ഒരു സാധാരണക്കാരനല്ല യോശുവയോട് ആ വാക്ക് സംസാരിക്കുന്നത്. യോശുവയുടെ ഒരു സ്നേഹിതനല്ല ആ വാക്ക് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ യോശുവയുടെ കൂടെ നിൽക്കുന്നതായ കാലേബല്ല ആ വാക്ക് സംസാരിക്കുന്നത്. ദൈവമാണ് പറയുന്നത്. എന്താണെന്നറിയാമോ? നിന്റെ ആയുസ് തീരാറായി, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, നിന്റെ നിര്യാണ കാലം അടുത്തു. നോക്കൂ, ഹിസ്കീയാവിനോട് ദൈവം പറയുന്നു, നിന്റെ നിര്യാണ കാലം അടുത്തിരിക്കയാൽ നിന്റെ ഗ്രഹകാര്യങ്ങൾ എല്ലാം ക്രമപ്പെടുത്തുക. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറയുന്നു, നീ പിസ്ഗാ മലയുടെ മുകളിലേക്ക് നീ കയറി വരിക, അവിടെ വെച്ച് നീ മരിക്കും. നമ്മളോട് അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആ മലയുടെ മുകളിൽ കയറുമോ? തീർച്ചയായിട്ടും നമ്മൾ അവിടെ വിട്ട് ഓടിക്കണം. ദൈവം മോശയോട് പറയാണ്, അവിടെ വെച്ച് നീ മരിക്കും. അവൻ മലയുടെ അടിവാരത്തിലായിരിക്കുമ്പോൾ തന്നെ ദൈവം മോശയോട് പറഞ്ഞു, നീ ഈ മലയുടെ മുകളിൽ കയറി വരുമ്പോൾ അത് നിന്റെ ചെയ്യേണ്ടിയ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നിന്റെയൊക്കെ അസിസ്റ്റന്റ് ആയിരിക്കുന്ന യോശുവയെയും കാലേബിനെയും വേണ്ടപ്പെട്ടവരെയും ഒക്കെ നിന്റെ ദൗത്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷം നീ ഇങ്ങ് കയറി വരിക, അവിടെ വെച്ച് നീ മരിക്കും. ഓ, എത്ര കഠിനമായ വാക്കാണെന്നറിയാമോ? എങ്ങനെയാണ് അത് മോശ അത് ഉൾക്കൊണ്ടത്? ദൈവത്തിന് സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനോട് കർത്താവ് പറഞ്ഞു, നാളെ ഈ സമയത്തേക്ക് ഞാൻ നിന്നെ ശത്രുക്കളുടെ കയ്യിൽ ഏൽപ്പിക്കും. എൻ്റെ വചനം നിവൃത്തിയാകേണ്ടത് ഈ ലോകത്തെ പാപത്തിൽ നിന്നും, അന്ധകാരത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, മരണഭീതിയിൽ നിന്നും അവരെ വീണ്ടെടുക്കുവാൻ, ഈ ജനങ്ങൾക്കെല്ലാം നിത്യജീവന്റെ അവകാശത്തെ കൊടുക്കുവാൻ സമയമായി. ആയതിനാൽ നീ മരണത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കേണ്ടതായ സമയം നാളെ മുതൽ തുടങ്ങുകയാണ് എന്ന് പുത്രനോട് ദൈവം സംസാരിച്ചു, പിതാവ് സംസാരിച്ചു. വളരെ ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുകയുള്ളൂ. പൗലോസിന് ദൈവം ദർശനം കൊടുത്തു, തിമോഥെയോസിന് ദൈവം ദർശനം കൊടുത്തു, പത്രോസിന് ദൈവം ദർശനം കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. അനേക വിശുദ്ധന്മാരെ ആദിമ സഭയുടെ ആരംഭകാലത്ത്, സഭ പീഡകാലത്ത് കൂടെ കടന്നുപോയപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? റോമിൽ നിന്ന് ചില ഉത്തരവുകൾ വരും. ഇത്രാം തീയതി വന്ന് കോടതിയിൽ ഹാജരാകണം, നിന്റെ വിധി നിന്നെ കൊലപ്പെടുത്താൻ, തലവെട്ടിക്കളയുവാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിനോട് അവൻ്റെ നിര്യാണ കാലത്തെക്കുറിച്ച് റോമ ഗവൺമെന്റ് ഒരു ഉത്തരവ് കൊടുത്തു. അതാണ് തിമോഥെയോസിന് എഴുതുന്നത്. പൗലോസ് തിമോഥെയോസിന് എഴുതുകയാണ്, മോനെ തിമോഥെയോസേ, എൻ്റെ നിര്യാണ കാലം അടുത്തു. സ്തോത്രം. അത് സഹിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരവസ്ഥ. നമ്മളെ ആരെങ്കിലും നമ്മുടെ നിര്യാണ സമയത്തെക്കുറിച്ച് ഇത്രാം തീയതി, സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കുറ്റവാളികളെ കൊലയ്ക്ക് അല്ലെങ്കിൽ തൂക്കിക്കൊല്ലുവാനോ കൊല ചെയ്യുവാനോ വിധിക്കപ്പെട്ടതായ കുറ്റവാളികളെ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഒക്കെ മാത്രമേ, അത് പ്രത്യേക സെക്യൂരിറ്റിയോടുകൂടിയൊക്കെയാണ്. അവർ പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി അവരെ ഇട്ടിരിക്കുന്ന സെല്ലൊക്കെ ഒന്ന് സ്ട്രോങ് ആക്കും, വലിയ സുരക്ഷ കൊടുക്കും. അതിനുശേഷമാണ് നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നൊക്കെ അവനോട് ചോദിക്കുന്നത്. അപ്പോഴാണ് അവരറിയുന്നത് എൻ്റെ സമയമായത്. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പൗലോസിന് ആ റോമ ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുകയാണ്, ഇത്രാം തീയതി നിന്റെ നിര്യാണത്തിന്റെ സമയമാണ്. പൗലോസ് പെട്ടെന്ന് തിമോഥെയോസിന് എഴുതി, മോനെ എൻ്റെ നിര്യാണകാലം അടുത്തു. ഒരു പക്ഷെങ്കിൽ എൻ്റെ മരണത്തിന് മുമ്പ് നിനക്ക് എൻ്റെ അടുത്ത് വരുവാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നിന്റെ സകല ജോലികളും അവിടെ നിർത്തിവെച്ചിട്ട് ഓടി എൻ്റെ അടുത്ത് വരണം, എന്നെ വന്ന് കാണണം. ഞാൻ ഇനിയും മറ്റാരുടെയും മുഖം കാണുകയില്ല. എങ്കിലും തിമോഥെയോസ് വരുന്നതിന് മുൻപ് റോമ ഗവൺമെന്റ് പൗലോസിനെ ശിരച്ഛേദനം ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചതായ ഭാഗം യോശുവയുടെ പുസ്തകം 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. ദൈവം യോശുവയോട് പറയുകയാണ്, യോശുവയെ, നിന്റെ നിര്യാണകാലം അടുത്തു, നീ വയസ്സ് എന്ന് വൃദ്ധനായി,
നിനക്ക് അനേകം കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുണ്ട്. എന്താണ് ദൈവം നമുക്ക് തരുന്നതായ സന്ദേശം? നമ്മുടെ ആയുസ്സിന്മേലുള്ളതായ അധികാരം നമുക്കല്ല. ദൈവം തരുന്നതായ അനേക ജോലികളും ശുശ്രൂഷകളും നമ്മുടെ മുൻപിൽ ഉണ്ടെങ്കിലും, അനേക ദൗത്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എങ്കിലും എനിക്ക് ദീർഘായുസ് തരണേ എന്നുള്ളതായ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലപ്പോകുന്നതല്ല എന്നാണ് ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ദൈവത്തിന് ചില ക്രിയാത്മകമായ ചില വിഷയങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്യുവാൻ ദൈവം ചിലർക്ക് ദീർഘായുസ് നൽകി കൊടുക്കുന്നുണ്ട്, ചില ദിവസങ്ങൾ നീട്ടിക്കൊടുക്കുന്നുണ്ട്. എന്നാൽ നോർമലി അതിനെക്കാട്ടിലും വളരെ വ്യത്യസ്തമായ ഒരനുഭവത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ദൈവം മിസ്രൈമിൽ നിന്നും കൊണ്ടുവന്നതായ ജനത്തെ ആ കനാൻ ദേശത്ത് വന്ന അനേക രാജ്യങ്ങൾ, അനേക സംസ്ഥാനങ്ങൾ, അനേക ഗോത്രക്കാർക്ക് അത് വീതിച്ചു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ അരുളപ്പാടിന് പ്രകാരം അനേക ഒരു ഭാരം പിടിച്ചതായ ഒരു ജോലി യോശുവയുടെ മുൻപിൽ കൊടുത്തിട്ട് ദൈവം അവനെ ബുദ്ധി ഉപദേശിക്കുകയാണ്. നീ വയസ്സ് ചെന്നു വൃദ്ധനായി, നിന്റെ മുൻപിൽ അനേകം കാര്യങ്ങൾ ഇനിയും ചെയ്യുവാനുണ്ട് എന്ന് പറഞ്ഞാൽ നീ ശുഷ്കാന്തിയോടെ ഒട്ടും താമസിയാതെ, സമയം അല്പം പോലും കളയാതെ നിന്റെ സമയത്തെ തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ പല തുറകളിലുള്ളതായ നമ്മുടെ ജീവിതം, അതിൻ്റെ അന്ത്യവും അതിൻ്റെ പര്യവസാനങ്ങളും അതിൻ്റെ സ്വഭാവ രീതികളും ഒന്നും ദൈവം നമ്മുടെ കയ്യിൽ അധികാരാത്മകമായി ഏൽപ്പിച്ചിട്ടുള്ള വിഷയമല്ല. അത് ദൈവം മാത്രം അറിയുന്നു. നമുക്ക് വയസ്സിയെന്ന് വൃദ്ധനായി എന്നുള്ളത് ആ യോശുവയും തൻ്റെ ജനത്തോട് അതിനുശേഷം വിളിച്ചു പറയുകയാണ്. ദൈവം അവനൊരു മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ വീണ്ടും തുടർന്നുള്ളതായ അധ്യായങ്ങളിലൊക്കെ യോശുവ തൻ്റെ കൂടെയുള്ളതായ ജനങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് പറയുന്നു, ഞാൻ വയസ്സി ചെന്നു വൃദ്ധനായി. അതിനു മുമ്പ് കനാൻ ദേശത്തെ പിടിക്കുന്നതിനോടുള്ളതായ ആ ബന്ധത്തിൽ യോശുവ പറയുന്നുണ്ട്, ഞാൻ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നപ്പോൾ മുതൽ ഉള്ളതായ അതേ ആരോഗ്യം എനിക്കിപ്പോൾ 70 വയസ്സായി, എങ്കിലും എനിക്ക് അതേ ആരോഗ്യം ഇപ്പോഴുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. 70 വയസ്സായി അല്ലെങ്കിൽ 80 വയസ്സായി 100 വയസ്സായി എന്നുള്ളതല്ല. ഞാൻ പുറപ്പെട്ട നാളില് അതുപോലെ തന്നെ ദൈവം എന്നെ വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നതായ അതേ ആരോഗ്യം എനിക്കുണ്ട്. മലകളും കുന്നുകളും പിടിച്ചടക്കുവാൻ ദൈവം എനിക്ക് കൃപ തരും എന്ന് പറഞ്ഞതായ ആ യോശുവയോട് ദൈവം ഇപ്പോൾ കടന്നു വന്ന് പറയുകയാണ്, യോശുവേ, നീ ചെയ്തതായ സകല പ്രവൃത്തികളും നിന്റെ ശുഷ്കാന്തികളും ഒക്കെ ഞാൻ അറിയുന്നു. ഇപ്പോൾ നീ വയസ്സിൽ ചെന്ന് വൃദ്ധനായിരിക്കുന്നു. നിന്റെ മുൻപിലുള്ളതായ ജോലികളെക്കുറിച്ച് നീ നല്ല ജാഗ്രതയുള്ളവനായിരിക്കുക. ആത്മീകമായ ഒരു വീക്ഷണം ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരികയാണ്. നമ്മുടെ കാലങ്ങളെക്കുറിച്ചും നമ്മുടെ മുൻപുള്ളതായ സമയങ്ങളെക്കുറിച്ചും നാം വന്നെത്തിയിരിക്കുന്നതായ ഒരു കാലഘട്ടത്തെക്കുറിച്ചും ഒരു വലിയ ജ്ഞാനമുള്ള ഒരു ഹൃദയം നമുക്ക് തരുവാൻ ദൈവത്താലുള്ള ഒരു ഉപദേശം ആവശ്യമാണ്. ദൈവം നമ്മെ ഉപദേശിച്ചെങ്കിൽ, അതാണ് ദാവീദ് പറയുന്നത്, ജ്ഞാനമുള്ള ഒരു ഹൃദയം ഒരു മനുഷ്യൻ്റെ നാളുകളെ അല്ലെങ്കിൽ അവൻ്റെ ആയുസ്സിനെ, അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ളതായ ഒരു ബോധം അവനിൽ കടന്നു വരുമ്പോഴാണ് അവൻ ജ്ഞാനിയായി മാറുന്നത്. ആർക്ക് ജ്ഞാനി? ദൈവത്തിൻ്റെ സന്നിധിയിലും മനുഷ്യൻ്റെ മുൻപിലും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഒരു മരണത്തെക്കുറിച്ചുള്ളത് ഒരു ഭയമല്ല, എന്നാൽ മരണത്തെക്കുറിച്ചുള്ളതായ ഒരു ജ്ഞാനം. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് നമുക്ക് എബ്രായ ലേഖനം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് എബ്രായ സഭയ്ക്ക് എഴുതുന്നതായ വാചകമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. അതായത് ഒരിക്കൽ മരിക്കുക എന്നത് മനുഷ്യന് ദൈവം നിയമിച്ചിരിക്കുന്നതായ ഒരു വിഷയമാണ്. എന്നാൽ ആ നിയമം നമ്മളുടെ മേൽ എപ്പോഴാണ് വാഴുന്നത് എന്നതാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ ഒരു വിഷയം. ആ വാഴ്ചയ്ക്കായിട്ടാണ് നാം കാത്തിരിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ അനേക ദൗത്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നാം നിറവേറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ കാലങ്ങളെക്കുറിച്ച് നാം തിരിച്ചറിവില്ലാത്തവരാകരുത്. ദൈവം നമ്മുടെ മുൻപിൽ തന്നിരിക്കുന്നതായ സമയങ്ങളെ തക്കത്തിൽ ഉപയോഗിക്കുവാനുള്ളതായ ഒരു ജ്ഞാനവും കൃപയും ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം.
വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ നമ്മുടെ കാര്യങ്ങളെയൊക്കെ ക്രമീകരിക്കുവാൻ അവൻ നമുക്ക് ബലം തരും. എന്നാൽ ദൈവം സകലത്തിന്മേലും ആയുസ്സിന്മേലും നമ്മുടെ ജീവിതത്തിന്മേലും ഒക്കെ നാളുകളിന്മേൽ അധികാരമുള്ളവനാണെങ്കിലും മനുഷ്യന്മേൽ കൊടുത്തിരിക്കുന്നതായ ചില നിയമങ്ങളെ ദൈവം തക്ക സമയത്ത് അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കും. അത് യോശുവയാണെങ്കിലും മോശയാണെങ്കിലും പൗലോസ് ആണെങ്കിലും ദാവീദാണെങ്കിലും അങ്ങനെ ശ്രേഷ്ഠ പിതാക്കന്മാർക്ക് ദൈവം അങ്ങനെ കർശനമായ ഒരു നിയമത്തിൽ കൂടെ അവരെ കൊണ്ടുപോയെങ്കിൽ ബലഹീനരായ നമ്മൾ എത്രമാത്രം ദൈവത്തിൻ്റെ കൃപയാണ് നമുക്ക് തരുന്നതായ ദിവസങ്ങളുടെ ദൈർഘ്യം. നമുക്കൊരു പ്രഭാതം കർത്താവ് ദാനമായി തരുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്കൊരവസരം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു പ്രഭാതം, എല്ലാ പ്രഭാതങ്ങളും പ്രദോഷങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവം നമുക്ക് തരുന്നതായ വലിയൊരു കൃപയാൽ എന്ന് നാം അനുഭവിച്ചറിയുവാൻ, ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുവാൻ, ദൈവം നമ്മുടെ മുന്നിൽ തന്നിരിക്കുന്നതായ ദൗത്യങ്ങളെ ഞാൻ ചെയ്തു എന്ന് നമുക്ക് തന്നെ ഒരു ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണം. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്ക് നോക്കൂ, ഞാൻ നല്ല പോർ പൊരുതു. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ഓട്ടം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം ഒരു പോരും ഒരു ഓട്ടവും ഒക്കെ ആയിരുന്നു. ഒരു വിശ്വാസത്തിൻ്റെ റേസിംഗിലായിരുന്നു. അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ദൈർഘ്യം. അതാണ് അവൻ്റെ ജീവിതത്തിൽ എപ്പോഴും പോരാട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കും. അവൻ്റെ ജീവിതത്തിൽ ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം നന്നായി ഓടി തികയ്ക്കുന്നതായ ഒരു അനുഭവം നമ്മളെല്ലാവരും ഒരു മരണത്തിന് ശേഷം നമ്മുടെ പെട്ടിയിലൊക്കെ എഴുതി വയ്ക്കും. നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. എങ്കിൽ അതിൻ്റെ അർത്ഥത്തിലേക്ക്, അത് എഴുതിയ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കൂ. തിമോത്തിയോസിന് എഴുതിയതായ വാചകമാണ്, ഞാൻ നല്ല പോർ പൊരുതു. അങ്ങനെയുള്ളതായ ഒരു വിശ്വാസത്തിൻ്റെ ഒരു കംപ്ലീഷൻ നമ്മോട് തന്നെ നാം പ്രാപിക്കുന്ന ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരു വലിയ ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു അനുഭവം, ഒരു വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഈ പ്രഭാതത്തിൽ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുവാൻ, നമുക്ക് പല പ്രതീക്ഷകളും മോഹങ്ങളും ആഗ്രഹങ്ങളും അനേക കാര്യങ്ങളും പ്രതീക്ഷകളുമുണ്ട്. നാളെ 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 എന്ന് പണവും ആരോഗ്യവും ആയുസ്സും നമുക്ക് എത്ര കിട്ടിയിരുന്നാലും മതിയാവുകയില്ല. പക്ഷെങ്കിൽ ദൈവം തന്ന ധനത്തിൽ, ദൈവം തന്ന ആരോഗ്യത്തിൽ, ദൈവം തന്ന ആയുസ്സിൽ നീ എത്രത്തോളം ദൈവം നിനക്ക് തന്ന ദൗത്യങ്ങളെ ചെയ്തു തീർത്തു എന്നുള്ള ഒരു നിശ്ചയമുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ചോദിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞു, ഇനി നമ്മുടെ മുൻപിൽ ഉള്ളതായ ആ കാലങ്ങളെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കുവാൻ കഴിയും? ഈ പ്രഭാതത്തിൽ ദാവീദിനോട് ചേർന്ന് ആ പ്രാർത്ഥന, ആ വാചകം നമുക്കൊന്ന് ഏറ്റുപാടാം. ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കേണ്ടതിന് എൻ്റെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഗോഡ് ബ്ലെസ് യു.